മുംബൈയിൽ കുട്ടികളെ ബന്ദികളാക്കിയത് പ്രൊജക്ടുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് പണം നൽകാത്തതിനാലെന്ന് അക്രമി പോലീസിന് നൽകിയ മൊഴി. തനിക്ക് 2 കോടി രൂപ സർക്കാർ നൽകാനുണ്ടായിരുന്നു എന്നാണ് അക്രമി കൊല്ലപ്പെടുന്നതിന് മുമ്പ് പോലീസിനോട് പറഞ്ഞത്. രോഹിത് ആര്യ സമർപ്പിച്ച ബജറ്റിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, രാജ്യം മുഴുവൻ മുൾമുനയിൽ നിന്ന മണിക്കൂറുകളായിരുന്നു ഈ 18 കുട്ടികളെ ബന്ദികളാക്കിയ സംഭവം. ഒടുവിൽ പോലീസിന്റെ വെടിയേറ്റ് ഇയാൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇയാൾ അക്രമി പറഞ്ഞതായിട്ട് പുറത്തുവരുന്ന മൊഴി എന്താണ് അതിലെ വാസ്തവം? ഉമൈബാൻ, ഇത് ഈ പ്രതി അയാളുടെ ആവശ്യങ്ങളായി അയാളുടെ ആവശ്യങ്ങളായി പോലീസിനോട് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അയാൾക്ക് മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമായിട്ടും സംസാരിക്കണമെന്നുള്ള കാര്യമായിരുന്നു ഇന്നലെ അയാൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നത്. എന്തായാലും 2 കോടി രൂപ കുടിശ്ശികയായിട്ട് അത് 2022-2024 കാലഘട്ടത്തിൽ ഇയാളുടെ അപ്സര എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കമ്പനി ഡൽഹി മുഖ്യമന്ത്രിയുടെ ഒരു സ്കീമിന് കീഴിൽ അവിടുത്തെ സ്കൂളുകളിൽ ശുചിത്വ മിഷന് വേണ്ടിയിട്ട് ഒരു സ്വച്ഛതാ മോണിറ്റർ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതിൽ സർക്കാർ അയാൾക്ക് 2,66,00,000 രൂപ നൽകാനുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് നൽകണം. അത് കുറെ കാലമായി ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത്. ഈ കുട്ടികളെ ബന്ദികളാക്കി അതിലൂടെ തനിക്ക് നേടിയെടുക്കാനുള്ള പണം സർക്കാരിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. മുൻകാലങ്ങളിലും ഈ ആവശ്യം ഉന്നയിച്ച ഇയാൾ പൂനെ, നാഗ്പൂർ, മുംബൈ എന്നിടങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുടെ ഈ ആരോപണങ്ങൾക്കെല്ലാം ഇന്നലെ രാത്രി തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒരു വിശദീകരണം നൽകിയിരുന്നു, ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ. അതായത് 2024 തന്നെ ഇയാളുടെ പ്രശ്നങ്ങൾ മുന്നിൽ വന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള രേഖകളോ ബജറ്റോ ഇയാൾ സമർപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ഇയാൾ ഈ സ്വച്ഛതാ മോണിറ്ററിന് കീഴിൽ ഇയാൾ പ്രവർത്തിച്ച സ്കൂളുകളിലെല്ലാം തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ സ്കൂളുകളിൽ നിന്നും ഒരു രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ വാങ്ങിയിരുന്നു. അത്തരത്തിൽ വാങ്ങാൻ പാടില്ലായിരുന്നു. ആ പണം തിരികെ സർക്കാരിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതൊന്നും തന്നെ ഈ അക്രമി ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പണം സാങ്ഷൻ ആക്കാതിരുന്നത്, അതായത് പണം നൽകാതിരുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഇനി കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഇതിനോടകം അക്രമി കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇത്തരത്തിൽ ഇയാൾ ഒരു ബന്ദി നാടകം കളിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. ഇയാളെ ഫോണിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുമായി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ കമാൻഡോ സംഘം വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഇയാൾ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർത്തു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഒരു എയർ ഗണ്ണാണ്. അതുപോലെ തന്നെ ചില രാസവസ്തുക്കളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ആകെ 18 പേരെയായിരുന്നു ബന്ദികളാക്കിയത്. ഇന്നലെ മറ്റ് കണക്കുകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും നിലവിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 18 പേരെയായിരുന്നു ഇയാൾ ബന്ദികളാക്കിയത്. അതിൽ 17 പേര് കുട്ടികളും, ഏകദേശം 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, മറ്റൊരാൾ ഒരു യുവതി കൂടിയാണെന്നാണ് നിലവിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇയാളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ളതാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനി ഇയാളുടെ ആവശ്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ, അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും വിദ്യാഭ്യാസ മുംബൈയിൽ കുട്ടികളെ ബന്ദികളാക്കിയ സംഭവത്തിൽ ഇപ്പോൾ അക്രമിയുടേതായിട്ട് വന്ന മൊഴി, അതിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ വിശദീകരണം, അതാണ് അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിശദീകരിച്ചത്.